സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ വിതുര ബോണക്കാട് വീട്ടിൽ മരം കടപുഴകി വീണ സാഹചര്യം വരെയുണ്ടായി. വയനാട്ടിൽ ഒറ്റപ്പെട്ട മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നു. മേപ്പാടി, മുപ്പൈനാട് പഞ്ചായത്തുകളിൽ അതിശക്തമായ മഴ പല മേഖലകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളാർമല, മുണ്ടക്കൈ, പുത്തുമല സ്കൂളുകൾക്ക് ഈ ഭാഗങ്ങളിലെ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ ചെറിയ തോതിൽ മണ്ണിടിച്ചിലുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകാൻ അനൂപ് KR ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. അനൂപ്, എന്താണ് ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമാണോ? ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ജില്ലയിലെ ഒരു പൊതു സാഹചര്യം? എങ്ങനെ? വൈത്തിരി താലൂക്കിലാണ് നിലവിൽ അതിശക്തമായ ഒരു മഴയുടെ സാഹചര്യം പ്രധാനമായും ഉള്ളത്. മേപ്പാടി, മൂപ്പൈനാട്, വൈത്തിരി പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. കഴിഞ്ഞ രാത്രി തന്നെ ഈ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഈ മേഖലകളിലെ ജലാശയങ്ങളിലും പുഴകളിലും തോടുകളിലുമെല്ലാം ജലനിരപ്പ് കാര്യമായി ഉയരുകയും സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഈ നേരത്തെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടായ മേപ്പാടി മുണ്ടക്കയിൽ ശക്തമായ മഴയിൽ തുടർന്ന് മലവെള്ളപ്പാച്ചിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ചൂരൽമല പുഴയിലെല്ലാം അതിനാൽ വെള്ളം ഉയർന്ന സാഹചര്യമുണ്ട്. ഇവിടെ നേരത്തെ ഉൾപ്പൊട്ടിയൊരു മേഖലയാണ്. അത് ആ ഭീഷണി, മണ്ണിടിച്ചിൽ ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സ്ഥലവുമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിന് തൊട്ട് സമീപത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായതായിട്ടുള്ള ഒരു വിവരം രാവിലെ തന്നെ പുറത്തു വന്നതാണ്. അതേ തുടർന്ന് വലിയ ആശങ്ക അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് ആശങ്കയുയർത്തുന്ന സാഹചര്യം ആ മേഖലയിൽ ഇല്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഏതായാലും ആ മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് മേലെ മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ചൂരൽമല പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ട്. പുഴയിലൂടെ മരങ്ങൾ, കഷ്ണങ്ങൾ ഒഴുകി വരുന്നതായി മറ്റു നാട്ടുകാർ പറയുന്നു. അത് അല്പസമയം അവിടെ ഒരു ആശങ്ക ഒഴിച്ച സാഹചര്യമുണ്ടായി. ഏതായാലും വെള്ളരിമല വില്ലേജിന്റെ സമീപ പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നതിനെ തുടർന്ന് 2 കുടുംബങ്ങളെ ഏലവേൽ അംഗൻവാടിയിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം വെള്ളരിമല വില്ലേജിലെ തന്നെ പുഞ്ചിരിമറ്റം നഗറിലെ ആളുകളെ GVHS വെള്ളാർമലയിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ സ്കൂളുകളിൽ വെള്ളാർമല, മുണ്ടക്കൈ, പുത്തുമല സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. ആ നിലയിൽ ശക്തമായൊരു മഴയുടെ സാഹചര്യമാണ് വെള്ളരിമല വില്ലേജിൽ, പ്രത്യേകിച്ച് ആ മേഖലയിൽ മാത്രം എടുത്തു പറയുകയാണെങ്കിൽ ശക്തമായൊരു മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം മാനന്തവാടി താലൂക്കിലും ഇതേ രീതിയിൽ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യുന്നു. പുഴകളിലും മറ്റും നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ജലനിരപ്പിലേക്കും സമീപ മേഖലകളിലേക്ക് വെള്ളം കയറി തുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നതാണ് വിവരങ്ങൾ നൽകുന്നത്. വയനാട് ജില്ലയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിരവധി പ്രദേശങ്ങളിൽ പല നാശനഷ്ടങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്.